ഏതെങ്കിലും പുത്തൻവാദികൾ ഇവിടെ വന്ന് നടത്തിയ ഒരു പ്രഭാഷണത്തിന് ഉത്തരം പറയാനോ അവരെ ഗണ്ണിക്കാനോ വേണ്ടിയല്ല. അതിനൊന്നും ഇത്ര വലിയ പണ്ഡിതന്മാരൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സ്റ്റേജിലുള്ളവർക്ക് തന്നെ, അല്ല കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർക്ക് തന്നെ ആ പറയുന്നത് എത്രമാത്രം അബദ്ധജടിലമായ വാദങ്ങളാണ്, എത്രമാത്രം ഹീനമായ വാക്കുകളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ MT ദാരിമി ഉസ്താദിനെയോ അല്ലെങ്കിൽ വഹാബ് സഖാഫി ഉസ്താദിനെയോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ പ്രധാനപ്പെട്ടും ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ നന്നായി നിലക്കുള്ള കർമ്മങ്ങൾ ഉണ്ടാകണമെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് എന്തെങ്കിലും ആയി പോകണ്ട എന്ന് പേടിച്ചിട്ടായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസത്തിനെ ഹനിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ ശരിപ്പെടുത്തി കൊടുക്കൽ ഓരോരുത്തരുടെ കടമയാണ്. ഇവിടെ നമ്മുടെ പയ്യക്കയുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പയ്യക്കാർക്ക് തൗഹീദ് പഠിപ്പിക്കാനോ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനോ ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഏതൊരു നാടന്മാർക്കും ഞാൻ ഹക്ക് പറയട്ടെ, നമ്മുടെ സദസ്സിലുണ്ട്. നേരത്തെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ആമുഖം പ്രസംഗം നടത്തുന്ന ഒരാൾ ഖുർആൻ ആയത്ത് ഓതിയ വളരെ മൊയിലാറൊന്നുമല്ല. അയാൾ പറഞ്ഞു അത് ഖുർആൻ ആയത്തൊന്നും ശരിയായിട്ടില്ലല്ലോ. മൊയിലാറിനോട് പറഞ്ഞതല്ല, ഒരു നാടൻ മനുഷ്യനാണ്. മൊയിലാറല്ല, ദർസിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ റബ്ബന അത്അന ഐന് വായിക്കുന്ന സ്ഥലത്ത് അത്അന എന്നൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ വളരെ സഹതാപം തോന്നുകയാണ്. അത്രയും ആൾക്കാരെയാണ് നമ്മുടെ ചില നാട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ. നമുക്ക് ഭക്ഷണപാനീയങ്ങൾ തന്ന വീട്ടുകാരുടെ കുടുംബക്കാരാണ്, നമ്മെ സഹായിച്ച് സഹകരിച്ച കുടുംബത്തിൻ്റെ മെമ്പേഴ്സുമാരാണ്. അവരൊക്കെ അങ്ങനെ ചില പള്ളികളിലും ശരിക്കും തജ്വീദില്ലാത്ത ആൾക്കാരുടെ പിന്നിൽ നിസ്കരിക്കുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ചും ജുമാ നിസ്കാരത്തിന് വേണ്ടിയാണ് ചില ആൾക്കാർ കൊണ്ടുവരപ്പെടുന്നത്. അല്ലാത്ത ജമാഅത്ത് ഇല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാകും. ജുമാ നിസ്കാരത്തിൽ ജമാഅത്ത് ഇല്ലെങ്കിൽ ജുമാ തന്നെ സ്വഹീഹല്ല. അത്രയും പ്രധാനപ്പെട്ടതായ നിസ്കാരങ്ങളൊക്കെ ഇവിടുന്ന് കലുഷിതപ്പെടുത്താൻ വേണ്ടി പൈശാചികമായ പല പ്രേരണകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സിലൊക്കെ കടന്നു വരുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഇവിടുത്തേതായ നമ്മുടെ എതിരാളികളായ സുഹൃത്തുക്കൾ ഇവിടെ പ്രധാനപ്പെട്ടും നമ്മളെ എതിർക്കാൻ പറയുന്ന രണ്ട് അജണ്ടകളാണ്. ഒന്ന്, സുന്നികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും ഹദീസും അംഗീകരിക്കില്ല. അതല്ല അവർ പറയുന്നത് പിന്നെ തുഹ്ഫയും ശറൽ മുഅദ്ദബും അങ്ങനെ ഇമാമിങ്ങളുടെ ചരിത്രമാണ്. അതാണ് മറ്റൊരവരുടെ അജണ്ട. എന്തെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുള്ളതായ വിശേഷണങ്ങൾ മഹാത്മാക്കൾക്ക് അവർ ചാർത്തി കൊടുക്കാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടുമുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ട അജണ്ടകൾ. ഇതിൻ്റെ കീഴിലാണ്. എന്നാൽ ഇതിൽ അബദ്ധജടിലമായ പല തെറ്റിദ്ധാരണകളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മിനിയാന്ന് ഇവിടെ ഒരാൾ വന്നിട്ട് ഭയങ്കര പ്രസംഗിച്ചു. ഇന്ന് അയാൾക്ക് പുത്തൂരിൽ പ്രസംഗമുണ്ട്. അത് അത്ര വലിയ ആളെന്നല്ല ഞാൻ പറയുന്നത്. മലപ്പുറം ഭാഗത്തിൽ അയാളുടെ പ്രസംഗത്തിന് പൂട്ടപ്പെട്ടു. മലപ്പുറത്ത് ഇപ്പം ആരും വിളിക്കാറില്ല എന്നാണ് ഇവിടെ കേൾക്കാൻ സാധിച്ചല്ലോ. അങ്ങനെ ആ ഭാഗത്തിന് സുഹൃത്തുക്കളാണ് നമ്മളോട് പറയുന്നത്, ആ മനുഷ്യൻ ഞമ്മ ആരും വിളിക്കാറില്ല എന്തോ പറയുന്നു. ഇവിടെ വന്നിട്ട് 100,000 ആയത്തുകൾ ഓതിയിട്ട് മഅന പറഞ്ഞത് ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ശിർക്ക് അത് ഇത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ച് അവരോട് അഭ്യർത്ഥിക്കുന്നതോ സഹായം ചോദിക്കുന്നതോ വിഷയം പറയുന്നതോ ശിർക്കാണെന്ന് ധ്വനിപ്പിക്കുന്ന ഒറ്റൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇല്ല. ഓതിയത് ഖുർആനാണ്, അർത്ഥം പറഞ്ഞത് ഖുർആനല്ല. അർത്ഥം പറഞ്ഞ് സ്വയം ഇഷ്ടപ്രകാരമുള്ളതായ ചില ജൽപ്പനങ്ങളാണ്. മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫഖദ് കഫർ. ഒരു ഹദീസ്. മറ്റൊരു ഹദീസ് ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ഒരുത്തൻ സ്വയം ഇഷ്ടപ്രകാരം തൻ്റെ ഇസത്തിന് വേണ്ടി, തൻ്റെ സംഘടനയ്ക്ക് വേണ്ടി, സംഘടനയെ വളർത്താൻ വേണ്ടി ആയത്തിൻ്റെ അർത്ഥങ്ങൾ കോട്ടിമാറ്റി ഇവിടെ നിന്ന് ദുർവ്യാഖ്യാനം നടത്തിയാൽ അവൻ നരകത്തിൽ ഒരു സങ്കേതം തയ്യാറാക്കിക്കൊള്ളട്ടെ. നഊദു ബില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ദീനി ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്താണ് ഇവിടെ നിന്ന് തറക്തു ഫീക്കും സഖലൈൻ, തറക്തു ഫീക്കും അംറൈൻ.
ആ ഹദീസാണ് പ്രധാനപ്പെട്ട ഓതി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബാങ്കിൻ്റെ സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരണം. തറക്തു ഫീക്കും അംറൈൻ. ഇതിപ്പോൾ ഞങ്ങൾ ഇനിങ്ങനെ കുറേ ഗണ്ണന പ്രസംഗങ്ങളോ ഇങ്ങനത്തെ ആശയ വിശദീകരണങ്ങളൊന്നും നടത്താനില്ല. നമ്മുടെ സുഹൃത്തുക്കളായ ഇവിടുത്തേതായി മുജാഹിദീങ്ങളോ KNMോ മൗദൂദി ആരുമാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളോട് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, നിങ്ങൾ ഇനി ഇങ്ങനെ ഗണ്ണന പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതുമല്ല. കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ളതായി ചെങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരുമായിട്ട് സംവദിക്കാൻ വേണ്ടി വാദപ്രതിവാദം നടത്താൻ വേണ്ടി തയ്യാറാകണം. അതിൻ്റെ ഭയ്യക്കാരെല്ലാവരും ആ ഒരു നിലക്കാണുള്ളത്. അല്ലാതെ നിങ്ങളൊന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കൂടിയിട്ട് നമുക്കും കുറേ ദീനിയായ കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഇതും ദീനിയായ കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ധൈര്യത്തോടുകൂടെ ചെയ്യേണ്ടത് നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തിലേക്ക് ഏത് സംവാദത്തിനും ഏത് വാദപ്രതിവാദത്തിനും സുന്നത്ത് ജമാഅത്തിൻ്റെ ഇവിടുത്തേതായ പണ്ഡിതന്മാർ നിങ്ങളെ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് തയ്യാറാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഗണ്ണന പ്രസംഗം ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു വാദപ്രതിവാദത്തിന് തയ്യാറായും കൊണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ ചെയർമാനുണ്ട്, കൺവീനറുണ്ട്, ട്രഷററുണ്ട്. അവർക്ക് നിങ്ങൾ ഒരു കത്ത് കൊടുത്താൽ മതി. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തു തരും. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കുറേ ഞങ്ങളിങ്ങനെ പറയാം, നിങ്ങൾ ഓരോന്ന് പറയാം. അങ്ങനല്ല. നിങ്ങളുടെ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ മൊയ്ലാന്മാർ എന്നല്ല, ഇവിടുത്തെ നാടന്മാർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മിനിയാന്ന് വന്ന ഒരാൾ ബഹുമാനപ്പെട്ട ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ ഒരാൾ വന്നു പറഞ്ഞിട്ട് ഒരു തമാശയാക്ക. ഇത് ഏത് കാലം എന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. ഉമർ റളിയല്ലാഹു അൻഹു അവർ ഗസ്റ്റ് റൂമിൽ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാകുമ്പോൾ അറിയാതെ നടന്നതല്ല. ഈ സംഭവം ശരിക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിൽ പൊട്ടിക്കരയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അറിയത്തക്ക വിധത്തിലാണ് ഒരു മനുഷ്യൻ ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്നത് എന്നാണ് അവിടെ സംഭവം ഉദ്ധരിക്കുന്നത്. അൽ ബിദായത്ത് വന്നിഹായ ഞാൻ പറഞ്ഞു, ഫത്ഹുൽ ബാരി ഉണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇരിക്കട്ടെ, ആ സംഭവം ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഈ ചങ്ങാതി പറയാണ്, റജുലുൻ, ഒരാൾ ആരും ആയിക്കോട്ടെ, അതല്ല നമ്മൾ അവിടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് ആരുടെ സവിധത്തിലാണ് നടന്നത്? ഇത് ആരാണ് ആള്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ. ഇവിടെ ഹഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിന്മേലിലാണ് അല്ലാഹു ആക്കിയത്. ശിർക്ക് പോകട്ടെ, ബിദ്അത്ത് പോകട്ടെ, സൂഉൽ അദബ് വരെ സംഭവിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി തയ്യാറാകുന്ന മനുഷ്യനാ. അത്രയും ദീനി സ്പിരിറ്റുള്ളതായ ധീരശൂരനായ വലിയ ഒരു പ്രഗൽഭനായ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ അവിടുത്തെ ഭരണകാലത്തിൽ അവർ അറിയത്തക്ക വിധത്തിലാണ് ഇവിടെ ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലുള്ളാഹ് എന്ന് കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചത്. ആ വന്ന ആളെ പറ്റി ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ. ഹാഫിദ് എന്ന് പറഞ്ഞെങ്കിൽ ആരോ നമ്മൾ ഇന്ന് ഖുർആനും 30 ജുസ് മനപ്പാടാക്കുന്ന ഹാഫിദ് അല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ, അതിൻ്റെ സനദടക്കം, അതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് എത്തുന്ന സനദടക്കം മനപ്പാടമാക്കിയ മഹാന്മാർക്കാണ് ഹാഫിദ് എന്ന് പറയുന്നത്. ആ ഹാഫിദ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയുടേതായ 496 പേജിൽ പറയുന്നു, ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി ഹുവ അഹദു സ്വഹാബ. സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി വര്യനാണ് വന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? സിന്ദീഖ്, ഇസ്ലാമിൽ നിന്ന് പുറത്തായ മനുഷ്യനെ. നഊദു ബില്ലാഹ്. ഒരു സ്വഹാബിയെ പറ്റിയാണ് ഇവിടെ വന്ന് ദീന് പറയാൻ വേണ്ടി വന്നതായ കുഴപ്പക്കാരൻ അബദ്ധജടിലമായ വാദങ്ങൾക്ക് തെളിവന്നോളം ആ മനുഷ്യൻ അതാ സ്വഹാബി വര്യനെ പറ്റിയാണ് കാഫിർ എന്നുള്ള വാക്ക് ഉച്ചരിച്ചത്. നഊദു ബില്ലാഹ്. അങ്ങനത്തെ വാക്കുകൾ എന്നെ നമ്മുടെ ചെവിട് കൊണ്ട് കേൾക്കാതിരിക്കട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഒരാൾ കാഫിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? പ്രബലമായ ഹദീസല്ലേ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പറയപ്പെട്ട ആള് കാഫിറല്ലെങ്കിൽ പറഞ്ഞ ആള് കാഫിറാകുമെന്നാണ്. ഇത് സാധാരണ ലോക്കൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ്. എന്നാൽ ഇതാരാണെന്നറിയോ? അഹദു സ്വഹാബ, സ്വഹാബത്തല്ലാത്ത സുബ്ബു സ്വഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ കുറ്റം പറയല്ലേ? നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ഇവിടെ ദാനം ചെയ്താൽ ആ സ്വഹാബി വര്യൻ ഒരു ദിർഹം ദാനം ചെയ്തതിന്റെ സ്ഥാനത്ത് നിങ്ങൾ ദാനം എത്തൂല. അത്രയും വലിയ പ്രഗൽഭരാണ്. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് ജീവിച്ചതുപോലെ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, അള്ളാഹു സ്വഹാബത്തിനെ തൊട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തൗബ സൂറത്തിൽ പറഞ്ഞ ആ സ്വഹാബി വര്യനെ പറ്റിയാണ് ഇവിടെ വന്നതായ മനുഷ്യൻ പറയുന്നത്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തായ മനുഷ്യനാ. നഊദു ബില്ലാ. നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഇനി ആ മനുഷ്യന്റെ പ്രസംഗം കേട്ടാൽ ഞങ്ങൾ ഈമാൻ തെറ്റിപ്പോകാതിരിക്കുവോ? ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സുന്നികൾ പറയുന്നത് അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ പാടില്ല. കാരണം ഉള്ള ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. മറ്റൊരാൾ ഇവിടെ അതിനു മുമ്പ് ആമുഖം പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ദുർബലമായ സനദ്. ഞാൻ പറഞ്ഞതായ ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനെ പറ്റി ആ ആമുഖം നടത്തുന്ന ഖുർആൻ ശരിക്കും ഓതാൻ കഴിയാത്ത ആ ചങ്ങാതി പറഞ്ഞു ദുർബലമായ. നിങ്ങൾ വേണമെങ്കിൽ ആ ലൈവിൻ്റെ ഇതൊക്കെ ഉണ്ട് പരിശോധിച്ചു നോക്ക്. ദുർബലമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ചരിത്രം ദുർബലമായ സനദല്ല. ബഹുമാനപ്പെട്ട ഇതേ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തൻ്റെ ഫതുഹുൽ ബാരിയുടെ 2-ാം വാള്യം 499-ാം പേജിൽ പറയുന്നുണ്ട് ബിഇസ്നാദിൻ സ്വഹീൻ, ദൃഢരൂഢമായ സ്വഹീഹായ നല്ല പരമ്പരയിലൂടെയാണ് ആ ചരിത്രം വന്നത്. ചരിത്രം ഞാൻ പറഞ്ഞത് ചരിത്രം എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇന്ന ഫീ ഖസസിഹിം ലഇബ്റതൻ ലിഉലിൽ അൽബാബ്. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ പറയട്ടെ. തറക്തു ഫീക്കും അംറൈൻ, ആ ഒരു വിഷയം പറയാണ്. ഞങ്ങളൊക്കെ കൊച്ചാക്കാണ്, ഞങ്ങൾ ഖുർആൻ ഹദീസും അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾ ആര്? ആ പ്രസംഗിച്ചവർ. ഞാൻ ചോദിക്കട്ടെ, ഖുർആനും ഹദീസും യഥാവിധിയിൽ അംഗീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നവർ പയ്യക്കാരാണോ? ഒരിക്കലുമല്ല. ആ പറയുന്നവനാണോ? അവൻ്റെ ഉപ്പയാണോ? ഉപ്പാപ്പയാണോ? ഞങ്ങളുടെ ഉപ്പാപ്പന്മാരാണ്? ഒന്നുമല്ല. പിന്നെ ആരാണ്? അവിടെ നോക്കണ്ട്. തറക്തു ഫീക്കും, തറക്തു ഞാൻ ഉപേക്ഷിച്ചിട്ടു ഫീക്കും നിങ്ങളിൽ. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീക്കും എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളുണ്ടോ? ഫീക്കും എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ്. നമ്മളാണ് ഫീക്കും എന്ന് പറഞ്ഞ ആളാണെങ്കിൽ തറക്തു എന്ന് പറഞ്ഞ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാൻ തരമില്ല. പക്ഷേ അത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ സുന്നത്ത് ശരിയാം വിധത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നവർ സ്വഹാബത്താണ്. അതുകൊണ്ട് സ്വഹാബത്തിനുള്ളതായ ഇൻഫർമേഷനാണത്. തറക്തു ഫീക്കും, സ്വഹാബത്തെ നിങ്ങളിൽ ഞാൻ ഒഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാധകല്ലേ? ഖിയാമത്ത് നാൾ വരെ ബാധകമാണ്. പക്ഷേ അതിൻ്റെതായ വസ്തുനിഷ്ഠമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും അറിയുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കണ്ടവരായ താബീങ്ങൾ, ആ താബീങ്ങളിൽ നിന്ന് ഇങ്ങനെ കാലാന്തരമായി പരമ്പരയായി കിട്ടുന്നതാണ് പരിശുദ്ധ ദീൻ. ദീൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ വന്നാളിങ്ങനെ പ്രസംഗിക്കും, മനസ്സിലാക്കും. ഖുർആൻ ഇറങ്ങുന്ന അവസരം ജിബ്രീലിൻ്റെ അടുത്ത് തന്നെ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. കാരണം ഖുർആൻ ഡയറക്റ്റ് അല്ലേ. പിന്നെ ഹദീസ് റസൂലുള്ള പറയുമ്പോൾ അടന്നെ ഇടഭാഗത്ത് ഈ മനുഷ്യൻ ഉണ്ടായിരിക്കുന്ന നമുക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വന്ന് പ്രസംഗിച്ചതായി ഈ ബാലുശ്ശേരി സാഹിബ്, ആ സാഹിബിൻ്റെ അടുത്ത് ഒരു കുട്ടിയെ ഓദിക്കാൻ വേണ്ടി വന്നു. ഒരു അലിഫ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ ബാലുശ്ശേരി അലിഫ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. കുട്ടിയോട് ചോദിച്ചു ഇതെന്താണ്? കുട്ടിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു ഇത് അലിഫാണ്. അപ്പോൾ കുട്ടി പറയും അലിഫ് എന്നവിടെ ഇതിങ്ങനല്ലേ ഉള്ളേ, ഇംഗ്ലീഷിലാണെങ്കിൽ അയ്യേ അല്ല ഇത് അലിഫാണ്. അലിഫ് എന്നത് ഇതെൻ്റെ ഉപ്പാപ്പാൻ്റെ വടിയാണിത് എന്ന് പറഞ്ഞാൽ ഈ ബാലുശ്ശേരി എന്ത് ചെയ്യും? നമുക്ക് പറയാ ഞാൻ അലിഫ് എന്ന് പറഞ്ഞത് ഞാൻ വെറുതെയല്ല. സമുദ്ര സമാനന്മാരായ പയ്യക്ക് ഉസ്താദന്മാർ, അവർ ദീന്ന് പഠിച്ച ഉസ്താദന്മാർ നമുക്ക് അലിഫ് എന്ന് പഠിപ്പിച്ചതാ. എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഉസ്താദന്മാർ പറ്റൂലല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഹദീസും ഡയറക്റ്റ് ഖുർആനല്ലേ. അതുകൊണ്ട് ഇത് അലിഫ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എനിക്ക് ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായമായ അലിഫ് ലാം മീം, ഈ അലിഫ് ലാമിനെ അലിഫ് ലാം മീം എന്ന് എങ്ങനെ ഓതും? ആ അലിഫും ലാമും മീമും അവിടെ മാത്രമല്ല, അലം നശ്റഹ് സൂറത്തിലുമുണ്ട്, അലം തറ കൈഫ സൂറത്തിലുമുണ്ട്. അവിടെ അലം അലം എന്ന് ഓതുന്നു, ഇവിടെ അലിഫ് ലാം മീം എന്ന് ഓതുന്നു. എന്താ തെളിവ്? ഖുർആൻ ഞങ്ങൾ ഡയറക്റ്റായി കേട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കിട്ടി? ഇത് നിഘണ്ടുകളിൽ നിന്ന് കിട്ടുന്നതല്ല, പിന്നെ എങ്ങനെ കിട്ടി? നമ്മുടേതായ അധ്യാപകന്മാർ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. പാരമ്പര്യത്തിനെ ഇവിടെ നിന്ന് ഒരു മൂലയിലാക്കിയാൽ നമ്മുടെ ഇസ്ലാം തന്നെ ഇല്ലാതെയായി പോകും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ
എന്ത് ചെയ്യേണ്ടതാണ്? വഹി ഇറങ്ങുന്ന കാലത്ത് നിങ്ങൾ വേണമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻഗാമികളെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യാസീൻ സൂറത്തുണ്ട്. യാസീൻ സൂറത്തിൻ്റെ മുന്നിൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ടുപോയിട്ട് വായിപ്പിക്കണോ? എന്ത് വായിക്കണോ? യെസ്, കാരണം അങ്ങനെയാണ് വായിക്കേണ്ടത്. അതിന് യസ് എന്ന് അങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ നമ്മൾ യാസീന് ഓതിയത് എങ്ങനെയാണ്? അത് നമ്മുടെ മുൻഗാമികൾ ഓതി കേൾപ്പിച്ചതാണ്. അതുകൊണ്ട് മുൻഗാമികളെ പിൻപറ്റാത്ത നിലക്ക് നമ്മുടെ ദീനിന് ഒരു നിലക്കുള്ള നിലനിൽപ്പും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ ഈ രണ്ട് മാത്രമാണ്. ഒന്ന്, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അള്ളാഹുവിനെ പോലെയുള്ളതായ കാര്യങ്ങൾ. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മൊയ്യീദ്ദീൻ ശൈഖിനോട് പറഞ്ഞെങ്കിൽ, ബദരീങ്ങളോട് പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഈ ചങ്ങാതി പറഞ്ഞത് അല്ലാഹുവിനോടല്ലാതെ പറയാൻ പറ്റൂല. പരിശുദ്ധ ഖുർആനിൽ തന്നെ എത്ര സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി തന്നെ പറയുന്നുണ്ട്. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ തങ്ങൾ ശൂറ സൂറത്തിന്റെ 52-ാമത്തെ ആയത്ത്, നബിയെ തങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് തങ്ങൾ നയിക്കുന്നവരാണ്. അപ്പോൾ തങ്ങൾ ഹിദായത്ത് കൊടുക്കുന്നവരാണ്. അള്ളാഹ് കൊടുക്കുന്ന ഹിദായത്ത് പടച്ചുണ്ടാക്കിയ ഹിദായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ടുള്ളതായ ഹിദായത്താണ്. വജഅൽനാഹും മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിമ്മൻ ഖലഖനാ ഉമ്മതൻ യഹ്ദൂന ബിൽ ഹഖ്. അഅറാഫ് സൂറത്തിൽ 181-ാമത്തെ ആയത്ത്. ഇവിടെ ഒരു ദാരിമിയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഹിദായത്ത് അല്ലാഹ് അല്ലാത്തവരോട് ചോദിക്കാം എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ സമസ്ത അങ്ങനെയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടിയതായ ധ്വനികളാണ് അതൊക്കെ. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, പിൻഗാമികളായ പണ്ഡിതന്മാർ ഹിദായത്ത് നൽകാനുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭ്യമാക്കാനുള്ള കാരണക്കാരാണ്, അസ്ബാബുകളാണ് എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിൽ അവരോട് നിന്നുള്ളതായ ഹിദായത്തിൻ്റെ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ള അർത്ഥത്തിൽ അള്ളാഹ് അല്ലാത്തവരിൽ നിന്ന് ഹിദായത്ത് കാംക്ഷിക്കലോ അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിക്കലോ അല്ലെങ്കിൽ രോഗശമനം ഇവിടുന്ന് തേടലോ ഒന്നും ശിർക്കല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളപ്പാട് കുഷ്ഠരോഗികൾ ശമിയുണ്ട്. അങ്ങനത്തെ ഈസാ നബിയോട് രോഗം മാറ്റിത്തരണേ പറഞ്ഞില്ല. എന്ത് ശിർക്കാണ്? പരിശുദ്ധ ഖുർആൻ ശിർക്ക് പഠിപ്പിക്കാനുള്ളതാണോ? അതുകൊണ്ട് ഇതൊക്കെ ബടബായികളാണ്. ഇത് വലിയ തൊള്ള കൊണ്ടിങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്